ശ്യാമോ? എന്താ ശ്യാമ എവിടെ ഇരിക്കണേ? ഇന്ന് പണി ഉണ്ടായില്ലേ? രമണേട്ടനാ, ഞാൻ പുതിയ ഫിലിമിനുള്ള ലൊക്കേഷൻ നോക്കുക. പുതിയതിപ്പോ ഉണ്ടോ? നമുക്ക് റോള് തരണം കേട്ടോ. എന്താ രമണേട്ടാ പറഞ്ഞത്? നമ്മളെ നാട്ടുകാർക്ക് വേഷം കൊടുക്കാനായിട്ട് എന്ത് ഫിലിം എടുക്കുക? നിങ്ങൾക്ക് എന്തായാലും വേഷം ഉണ്ടാവും, ടെൻഷൻ അടിക്കണ്ട. ശരിയാക്കിയരാ. അല്ലട ശ്യാമേ, ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടായിരുന്നു, അത് ഞാൻ ലീവ് എടുത്ത്. ശരി ശരി, ഇന്ന് നടക്കട്ടെ. ഞാൻ കാണാം. ഓക്കെ ഓക്കെ. എവിടുന്നാണോ? ഞാനവിടെ നല്ല കരിമ്പന കളി എത്തിയെടുക്കുന്നുണ്ട്. അത് കുടിക്കാൻ വേണ്ടി പോയിട്ട് വരണ വരവാ. കള്ള് കുടിച്ച് നടന്നോ? ഈ പാടൊക്കെ നോക്കിയോടെ, ഇതൊക്കെ ഈ വയസ്സാകാലത്ത് എന്റെ അച്ഛനെ നോക്കിണ്ടാക്കണേ. എല്ലാത്ത കഷ്ടം. അച്ഛന്മാര് ചെയ്യാൻ നല്ലത്. അത് ശരിയാ, അവര് കറക്റ്റ് കാര്യങ്ങളായി കൊണ്ടു നടക്കും. നമ്മുടെ ശ്യാമലിരിക്കുന്ന നമ്മ മാധവേട്ടന് മകൻ. ഓന് വേറെ പണിയൊന്നും ഇല്ലോ, എപ്പോ നോക്കിയാലും പറഞ്ഞിട്ടുണ്ടാവും. അതെന്താ? ഓന് വേറെ പണി ചേട്ടായിരുന്നു. ഞാൻ പോവാ. എന്ത് പോവാൻ പറഞ്ഞു? ശ്യാമേ, അതൊന്നല്ല, ചെറിയൊരു പാമ്പ് അവിടെ പോയി. ഇല്ലേ, ഇതിനെ പറ്റി എന്താ രമണ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ? ഭാസ്കരേട്ടാ, അത് എല്ലാ നാട്ടിലാവും ഇതുപോലത്തെ ഓരോ കൂതറോള്. അവരെ മറ്റു കാര്യമില്ല, ഒരു അസുഖമാണത്, ഒരു രോഗമാണത്. ഈ മാനസരോഗം പറഞ്ഞില്ലേ, അങ്ങനത്തെ ഇതിൽപ്പെട്ട ഒരു ചൊറിയൻ രോഗമാണത്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറെ കഴിഞ്ഞാൽ അത് പോയിക്കോളും. ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളേ, നമ്മളങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തെ. പറയട്ടെ, പറയണോട് പറയട്ടെ ഭാസ്കരേട്ടാ. ഇതിപ്പോ എല്ലാ നാട്ടിലും ഉണ്ടാവില്ല അങ്ങനെ കുറെ, എന്താ പറയാ, അവരൊന്നും പറയാൻ വാക്കുകളോ. നീ നിന്റെ വീഡിയോ എടുക്കലും മറ്റേ ഞാൻ കാണാറുണ്ട് കേട്ടോ, പരിപാടിയൊക്കെ ഗംഭീരാണ്. നീ നിന്റെ ടീം അടിപൊളിയാടാ. നീ മുന്നോട്ട് പോയിക്കോ. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ നിങ്ങളുടെ പിന്നാലുണ്ട്. ഈ കലയെ സ്നേഹിക്കുന്നു ഒരുപാട് പേര്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കുടുംബമൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്. അടിപൊളിയാണ്, മുന്നോട്ട് പോയിക്കോട്ടാ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലപോലെ ജീവിക്കാം. യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടല്ലോ, പിന്നെന്താ, എത്ര പേരാ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണേ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ ആർക്കും പറ്റില്ല. ഞങ്ങളങ്ങനെ ആ കൂട്ടത്തിലുള്ളവരല്ല കേട്ടാ. ഞാൻ എൻ്റെ കുടുംബം നിങ്ങൾക്ക് സപ്പോർട്ടാണ്. നിങ്ങളെന്നല്ല, ഇവിടെ വളർന്നു വരുന്ന എല്ലാ യൂട്യൂബർമാർക്കും ഞങ്ങൾ സപ്പോർട്ടാണ്. നല്ല നല്ല വീഡിയോസ് ഇടുക, ഞങ്ങൾക്ക് നേരം പോക്കിന് എന്തെങ്കിലും കാണാലോ. ഓക്കെടാ, ശരി. ഓക്കെ ഓക്കെ. പിന്നെ പണിയും വേണം, വീഡിയോ എടുക്കലും വേണം കേട്ടാ. പണിക്ക് പോകണം, നമ്മുടെ കുടുംബം കഴിയണ്ടേ. എൻ്റെ ഭാസ്കരേട്ടാ, ഞങ്ങൾ പണിക്കുണ്ട്. ഈ ആഴ്ചയിൽ ആകെ ഒരു ദിവസം കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്. അത് തുച്ഛം വരുമാനം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇതൊക്കെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ ഭാസ്കരേട്ടാ.